നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പൈതൃക സ്മാരകത്തിന്റെ സംരക്ഷണ വേലി തകർത്ത് അലൂമിനിയം പാളികൾ മോഷ്ടിച്ചു. സംഭവത്തിൽ യുവാക്കൾ അറസ്റ്റിൽ. കരുനാഗപ്പള്ളി പള്ളിക്കൽ കുളത്തിന്റെ വേലി തകർത്തവരാണ് അറസ്റ്റിലായത്. കട പൊളിച്ചു മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും മോഷ്ടിച്ചു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. കല്ലമ്പലം സ്വദേശികളാണ് അറസ്റ്റിലായത്. 50ഓളം മൊബൈൽ ഫോണുകളും 3 ലാപ്ടോപ്പുകളുമാണ് കവർന്നത്. കായംകുളത്ത് CPM കോൺഗ്രസ് സംഘർഷം. പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കേറ്റു. കോൺഗ്രസ് നടത്തിയ പ്രകടനം CPM ഓഫീസിന് മുന്നിൽ എത്തിയപ്പോഴായിരുന്നു തർക്കവും സംഘർഷവും. ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ദുരുപയോഗം ചെയ്തെന്ന ആരോപണം. CPMന്റെ നേതൃത്വത്തിൽ എഴുകോൺ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച്. പഞ്ചായത്ത് അംഗത്തിന്റെ വസ്തുവിലേക്ക് റോഡ് നിർമ്മിക്കാൻ 28 ലക്ഷം രൂപ ദുരുപയോഗം ചെയ്തെന്നാണ് ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. പൈതൃക സ്മാരകത്തിന്റെ സംരക്ഷണ വേലി തകർത്ത് അലൂമിനിയം പാളികൾ മോഷ്ടിച്ച യുവാക്കൾ അറസ്റ്റിൽ. കരുനാഗപ്പള്ളി പള്ളിക്കൽ കുളത്തിന്റെ വേലി തകർത്തവരാണ് അറസ്റ്റിലായത്. കരുനാഗപ്പള്ളി സ്വദേശികളായ 2 പേരാണ് പിടിയിലായത്. സംരക്ഷിത സ്മാരകമായ കരുനാഗപ്പള്ളിയിലെ പള്ളിക്കൽ കുളത്തിന്റെ സംരക്ഷണ വേലികൾ തകർത്ത് അലുമിനിയം പാളികൾ മോഷ്ടിച്ചവരെ അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളി സ്വദേശികളായ 29-കാരനായ ഷാനവാസ്, 28-കാരനായ നാദിർ ഷാ എന്നിവരാണ് അറസ്റ്റിലായത്. കുളത്തിന്റെ സംരക്ഷണത്തിനായി നഗരസഭ സ്ഥാപിച്ച CCTVയിൽ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. ഇതേ തുടർന്നാണ് ഇവരെ പിടികൂടാനുള്ള അന്വേഷണം കൂടുതൽ ശക്തമാക്കിയത്. നഗരസഭ 33-ാം ഡിവിഷനിലെ പള്ളിക്കൽ കുളം ഏറെ ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഈ കുളത്തിൽ നിന്നാണ് കരുനാഗപ്പള്ളിയുടെ ചരിത്രത്തിന്റെ ഭാഗമായ ബുദ്ധവിഗ്രഹം കണ്ടെടുത്തത്. പള്ളിക്കൽ കുളത്തിൽ നിന്നും കണ്ടെടുത്ത വിഗ്രഹമായതിനാൽ ഇതിനെ പള്ളിക്കൽ പുത്രൻ എന്നും വിളിക്കുന്നു. 1400-ലധികം വർഷം പഴക്കമുള്ളതാണ് ഈ ബുദ്ധവിഗ്രഹം. പള്ളിക്കൽ കുളത്തിന് സമീപത്തെ പള്ളിക്കൽ കാവിൽ സൂക്ഷിച്ചിരുന്ന പ്രതിമ ബുദ്ധമതത്തിന്റെ തകർച്ചയോടെ കുളത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് ചരിത്രം. ബുദ്ധസന്യാസിമാർ ഉപയോഗിച്ചിരുന്ന കുളവും പ്രതിമയും അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി. കുളത്തിന്റെ ചരിത്ര പ്രാധാന്യവും പൈതൃകവും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് കരുനാഗപ്പള്ളി നഗരസഭ സംരക്ഷണ വേലികൾ സ്ഥാപിച്ചത്. ഈ സംരക്ഷണ വേലിയാണ് യുവാക്കൾ നശിപ്പിച്ച അലുമിനിയം ഷീറ്റുകൾ വിൽപ്പന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഏരൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. AIYFന്റെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത്. തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾക്കെതിരെയും വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചോദ്യം ചെയ്ത MPമാരെ അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ചാണ് AIYF അഞ്ചൽ മണ്ഡലം കമ്മിറ്റി പ്രകടനവും യോഗവും നടത്തിയത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരെ സമരം ചെയ്ത ഇന്ത്യ മുന്നണിയിലെ MPമാരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്കെതിരെയുമാണ് AIYF അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരൂരിൽ പ്രകടനവും യോഗവും നടത്തിയത്. യോഗം AIYF മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം വൈശാഖി സി ദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യം ഭരിക്കേണ്ടത് RSS നേതൃത്വം നൽകുന്ന, സംഘപരിവാർ നേതൃത്വം നൽകുന്ന BJP ആയിരിക്കണമെന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് മൂന്നാമതും BJP നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി സർക്കാർ. മണ്ഡലം പ്രസിഡന്റ് ആദർശ് സതീശൻ അധ്യക്ഷത വഹിച്ചു. MP നസീർ, V അജിവാസ്, P ശിവപ്രസാദ്, ലിബു അലക്സ്, അനീഷ് പെരുമണ്ണൂർ, ജിതിൻ, വിഷ്ണു പൊടിയാട്ടുവിള, അഖിൽ മുരളി, ഷൈജു എബ്രഹാം, ഷമ്മനി, അനഘ, ആദിത്യൻ, പ്രവീൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും മോഷ്ടിച്ച സംഭവത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലമ്പലം സ്വദേശികളാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 1-ന് പുലർച്ചെ 1:30-യോടെ മൊബൈൽ കടയുടെ പിൻഭാഗം പൊളിച്ചകത്ത് കയറി 50ഓളം മൊബൈൽ ഫോണുകളും 3 ലാപ്ടോപ്പുകളും കവരുകയായിരുന്നു. കല്ലമ്പലം സ്വദേശികളായ അൽ അമീൻ, മുഹമ്മദ് ആഷിഖ്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുഹമ്മദ് ഇർഫാൻ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 1-ന് പുലർച്ചെ 1:30-യോടെ ചടയമംഗലത്തെ മൊബൈൽ കടയുടെ പിൻഭാഗം പൊളിച്ച് അകത്തുകയറി
കടയിൽ സൂക്ഷിച്ചിരുന്ന 50ഓളം മൊബൈൽ ഫോണുകളും 3 ലാപ്ടോപ്പുകളും കിളിമാനൂർ സ്വദേശി ജസീമും അല്ലമീനും ചേർന്ന് മോഷ്ടിക്കുകയായിരുന്നു. മോഷണത്തിന് ശേഷം കാറിൽ കാത്തുനിന്ന സഹായികളായി 2 പേരുടെ പക്കൽ ഫോണുകളും ലാപ്ടോപ്പും ഏൽപ്പിച്ചു. പിന്നീട് ഇവർ കല്ലമ്പലത്തെത്തിയ ശേഷം മൊബൈൽ ഫോണുകൾ വിൽക്കുന്നതിന് വേണ്ടി ജസീമും അല്ലമീനും ചേർന്ന് കാറിൽ എറണാകുളത്തെത്തി. എന്നാൽ മൊബൈൽ ഫോൺ വിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ചെന്നൈയിലെത്തിച്ചാണ് ഫോണുകൾ വിൽപ്പന നടത്തിയത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ചടയമംഗലം പോലീസ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നത്. ചടയമംഗലം ജംഗ്ഷനിൽ ഒരു മൊബൈൽ ഷോപ്പ് തെഫ്റ്റ് നടന്നിരുന്നു. അത് ഈ മാസം 1/8/2025 വെളുപ്പിന് ഒരു 2 മണിയോടുകൂടിയാണ് ഈ തെഫ്റ്റ് നടന്നത്. അത് ഈ കടയിൽ CCTV എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ ഈ കടയുടെ ബാക്ക് സൈഡിലൂടെ പുരയിടത്ത് കൂടെ നടന്നു വന്ന് 2 യുവാക്കൾ ഈ ബാക്കിലത്തെ ഡോറ് പൊളിച്ച് അകത്ത് കയറി ഈ മൊബൈൽ ഷോപ്പിലുണ്ടായിരുന്ന ഒരു 50ഓളം മൊബൈൽ ഫോണുകളും 3 ലാപ്ടോപ്പുകളും മോഷണം ചെയ്തു കൊണ്ടുപോയി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വളരെ ദുഷ്കരമായ ഒരു അന്വേഷണമായിരുന്നു നടത്തിയത്. കാരണം ഇവർ കയറുന്ന സമയത്ത് ഈ പറഞ്ഞ മാസ്കും ഗ്ലൗസും ഇട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ പോലും അവർ എക്സ്പോസ് ചെയ്തില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ CCTV പലതും നോക്കി. അതുപോലെ ഇവർ വണ്ടിയിലാണ് വന്നതെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടി നമ്മൾ ട്രേസ് ചെയ്ത് ഈ CCTV ഫുട്ടേജ് മാക്സിമം നമ്മൾ കളക്ട് ചെയ്ത് ഏകദേശം ഒരു 100ഓളം CCTV ഫുട്ടേജുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാം പ്രതിയായ ജസീമിന്റെ ഉടമസ്ഥതയിൽ കല്ലമ്പലത്തുള്ള പഞ്ചർ കടയിൽ നിന്നും ലാപ്ടോപ്പുകളും ബാക്കി മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തു. കേസിലെ ഒന്നാം പ്രതി ജസീം ഒളിവിലാണ്. ഈ 2 പ്രതികളെ ഐഡന്റിഫൈ ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതികളായിട്ട് അസോസിയേറ്റ്സ് ഒരു 2 സുഹൃത്തുക്കളുണ്ട്. അവർ നേരിട്ട് ഈ ക്രൈമിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ഇവർക്ക് സഹായിയായിട്ട് ഇതിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ മറ്റൊരു വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഇവർ ഈ സാധനങ്ങൾ മോഷ്ടിച്ച് ഇവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഉടനെ തന്നെ ഈ സാധനങ്ങൾ വിൽക്കാനായിട്ട് അന്യ ജില്ലകളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും ഈ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK IPS അവരുടെ നിർദ്ദേശാനുസരണം കൊട്ടാരക്കര DYSP ബൈജുകുമാർ സാറിൻ്റെ മേൽനോട്ടത്തിൽ CI സുനീഷ് സാറ് തുടങ്ങി അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് വളരെ എഫർട്ട് എടുത്ത രീതിയിൽ കണ്ടെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നായ കുറുകെ ചാടി നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അഖിലാണ് അപകടത്തിൽപ്പെട്ടത്. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കലിലായിരുന്നു സംഭവം. നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞാണ് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അഖിലിന് അപകടമുണ്ടായത്. ഇദ്ദേഹം ജോലിക്ക് പോകുന്ന സമയത്തായിരുന്നു അപകടം. സമീപ പുരയിടത്തിൽ നിന്നും തെരുവുനായകൾ പെട്ടെന്ന് റോഡിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ഒരു തെരുവുനായ മറ്റൊരെണ്ണത്തിനെ ഓടിച്ചു കൊണ്ടുവരികയായിരുന്നു. വളരെ വേഗതയിൽ റോഡിലേക്ക് ഓടിക്കയറിയ നായകൾ ബൈക്കിലിടിച്ചതിനെ തുടർന്ന് ബൈക്ക് റോഡിൽ മറിഞ്ഞു. അപകടത്തിൽ അഖിലിന്റെ കൈക്കുൾപ്പെടെ പരിക്കേറ്റു. ഓടിക്കൂടിയ നാട്ടുകാരാണ് അഖിലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ദുരുപയോഗം ചെയ്തെന്ന് ആരോപണം. CPMന്റെ നേതൃത്വത്തിൽ എഴുകോൺ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗത്തിന്റെ വസ്തുവിലേക്ക് റോഡ് നിർമ്മിക്കാൻ പഞ്ചായത്ത് ഫണ്ടായ 28 ലക്ഷം രൂപ ദുരുപയോഗം ചെയ്തെന്നാണ് ആരോപണം. എഴുകോൺ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് ഫണ്ട് ദുരുപയോഗം ചെയ്തെന്നാരോപിച്ചാണ് CPMന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഇരുമ്പനങ്ങാട് പഞ്ചായത്ത് അംഗത്തിന്റെ വസ്തുവിലേക്ക് റോഡ് നിർമ്മിക്കാൻ പഞ്ചായത്ത് ഫണ്ടായ 28 ലക്ഷം രൂപ ദുരുപയോഗിച്ചെന്നാണ് CPMന്റെ ആരോപണം. പ്രതിഷേധ പരിപാടി DYFI സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു. ഇരുമ്പനങ്ങാട് സ്വദേശികളായിട്ടുള്ള ചെറുപ്പക്കാരും നാട്ടുകാരും ഇതിനെതിരായി ഉയർന്നു വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തന്റെ മരണശേഷവും ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, അദ്ദേഹത്തിന്റെ ആ ശരീരഭാഗങ്ങൾ ഇന്നും ജീവിക്കുകയാണ്. അത്തരത്തിൽ മാതൃക കാട്ടിയ ഒരു ചെറുപ്പക്കാരനെ തന്റെ വ്യക്തിപരമായ നേട്ടത്തിന് അദ്ദേഹത്തിന്റെ സ്വന്തം വസ്തുവിലേക്ക് പോകാനുള്ള വഴി വെട്ടുന്നതിന് അനുജിത്തിന്റെ പേര് ഉപയോഗിക്കുകയാണ്. നല്ല മാന്യമായ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപയോഗിക്കട്ടെ.
എഴുകോൺ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇത്രയും കാലമായി അനുജത്തിന്റെ പേര് ഓർമ്മ വന്നില്ലേ? ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മാന്യമായി നടത്തി ഏതെങ്കിലും ഒരു കാര്യത്തിന് അനുജത്തിന്റെ പേരിലുണ്ടായി? അപ്പോ സ്വന്തം കുടുംബ വസ്തുവിലേക്ക് പോകാനുള്ള അഴിമതിയുടെ സ്വജനപക്ഷപാതത്തിന്റെ അതിന്റെ വേറുദാഹരണമായിട്ടുള്ള ആ റോഡിന് അനുജത്തിന്റെ പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഴിമതി നടത്തിയാണ്. എത്ര വിചിത്രമായ കാര്യങ്ങളാണ് എഴുകോൺ പഞ്ചായത്ത് നടക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് പഞ്ചായത്ത് മെമ്പർ കൈക്കൂലി. ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? CR സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. R വിജയപ്രകാശ്, MB മനേക്ഷ, KO ഓമനക്കുട്ടൻ, P തങ്കപ്പൻപിള്ള, അഖിൽ അശോക്, SG സരിക, MB മഞ്ജുലാൽ, G മോഹനൻ എന്നിവർ പങ്കെടുത്തു. 18 ലക്ഷം രൂപ അവിടെ വെക്കുകയും ഒരു മാനദണ്ഡവുമില്ലാതെ അവിടെ റോഡ് പണിയുന്നതിന് ആരംഭിക്കുകയും ചെയ്ത് ബന്ധപ്പെട്ട നാട്ടുകാരുടെ സഹായത്താൽ ആ 2023-24 ഘട്ടം ആ 18 ലക്ഷം രൂപ ലാപ്സായി പോയി. നമുക്കറിയാം, ഗവൺമെന്റ് തരുന്ന കോടിക്കണക്കിന് രൂപ ഈ പഞ്ചായത്തിന്റെ 16 വാർഡുകളിലെയും റോഡിന്റെ നിർമ്മാണത്തിന് കൊടുക്കാതെ ഒരു വാർഡിൽ കൊണ്ടുവന്ന് 18 ലക്ഷം രൂപ അനധികൃതമായി വെച്ചതിന്റെ ഭാഗമായിട്ട് 2023-24 കാലഘട്ടത്തിൽ നഷ്ടപ്പെടുകയുണ്ടായി. അത് വീണ്ടും 24-25 കാലഘട്ടത്തിൽ സ്പിൽഡോറായിട്ട് വെക്കുകയും വീണ്ടും ആ പണി ചില തടസ്സങ്ങൾ കാരണം നടക്കാതെ പോയി. വീണ്ടും ഇപ്പൊ ബന്ധപ്പെട്ട മെമ്പർക്കും മെമ്പറുടെ സഹോദരിക്കും 3.5 ഏക്കറോളം വസ്തു, ഒരു 10,000 രൂപ പോലും വിലയില്ലാത്ത വസ്തു ഇരുമ്പനങ്ങാട് കൊണ്ട് ഈ കാട് വിഭാഗത്തിന് തൊട്ടപ്പുറം നമുക്കെല്ലാം അറിയാം. നിങ്ങളിത് സംശയമുള്ളവർ ആ ഭാഗത്ത് നോക്കിയാൽ ആ വസ്തുവിലേക്ക് റോഡ് വേണ്ട വഴിക്ക് അനിരുദ്ധ റോഡെന്ന് പേരിട്ടുകൊണ്ട് ആ റോഡിന്റെ ആ പേര് കൊടുത്തുകൊണ്ട് അവിടെ റോഡെന്ന് പറയുന്ന ഒരു സംഗതിയില്ല, നിർച്ചാലാണ്, പഴയ തോടാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ട് മാസങ്ങൾ, നടപടിയെടുക്കാതെ അധികൃതർ. പന്മന കുറ്റാമുക്കിനും വെറ്റമുക്കിനും മധ്യയാണ് 9 മാസത്തിലേറെയായി കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. ജലനിധിയും ദേശീയപാത അതോറിറ്റിയും തമ്മിലുള്ള ശീതസമരമാണ് തകരാർ പരിഹരിക്കാത്തതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വെള്ളക്കെട്ട് മൂലം വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്നവർ ഉൾപ്പെടെ പ്രതിസന്ധിയിലാണ്. 9 മാസത്തിലേറെയായി പൊട്ടിയ പൈപ്പ് നന്നാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. ജലനിധി ഇത് തങ്ങളുടേതല്ലെന്നും ദേശീയപാത അതോറിറ്റിയാകട്ടെ തങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടല്ല പൈപ്പ് പൊട്ടിയതെന്നും പറയുന്നു. എന്നാൽ ഇതുമൂലം ദുരിതം പേറുന്നത് പ്രദേശവാസികളാണ്, ഒപ്പം ഇവിടെ കടകൾ നടത്തുന്നവരും. കടയ്ക്കകത്ത് വരെ ചെളിയും വെള്ളം എല്ലാം കൂടെ കടയുടെ ആ വാതിൽ വരെ എല്ലാം വന്നു. അങ്ങനെ ഞാൻ ജലനിധി ഓഫീസിൽ ചെന്ന് പരാതി പറഞ്ഞു, എടപ്പള്ളിക്കോട്ടെ പഞ്ചായത്ത് ഓഫീസിൽ. വേറൊരാളിത് കണ്ടുകൊണ്ട് വന്ന് എൻ്റെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് വന്ന് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ നടപടി എടുക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നു. അദ്ദേഹത്തിനെ വിളിച്ചു, പഞ്ചായത്ത് മെമ്പറെ ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചു, എന്നിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല. എല്ലാവരും പിന്നെ NH-കാരുടെയാണ്, അവരാണിത് നോക്കണ്ടേ കാണണ്ടേ, അവർ പറയും ജലനിധിക്കാരാണെന്ന്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ വേണ്ടുന്ന നടപടികൾ അധികൃതരെ നടപടികൾ എടുക്കണമെന്ന് അപേക്ഷിക്കുക. പന്മന കുറ്റാമുക്കിനും വെറ്റമുക്കിനും മധ്യയാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി കഴിഞ്ഞ 9 മാസത്തിലേറെയായി വെള്ളം പാഴാകുന്നത്. മഴ മൂലം വെള്ളം കെട്ടിക്കിടക്കുന്നു. ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് മുകളിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം കടകളിലേക്ക് അടിച്ചു കയറുന്നു. ഇതാകട്ടെ കട നടത്തുന്നവരുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുകയും ചെയ്യുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനോടും പഞ്ചായത്ത് അംഗങ്ങളോടുമൊക്കെ പരാതി പറഞ്ഞ് പ്രദേശവാസികളും കടക്കാരും മടുത്തു. എല്ലാവരും നടപടി സ്വീകരിക്കാം എന്ന് പറയുന്നതല്ലാതെ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകുന്നില്ല. ദേശീയപാത അതോറിറ്റി പറയുന്നു ഇത് ജലനിധിയുടെ പൈപ്പാണെന്ന്. എന്നാൽ അവരാകട്ടെ ദേശീയപാത അതോറിറ്റിയാണ് പൊട്ടിച്ചത് എന്നതിനാൽ അവർ നന്നാക്കണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇരു കൂട്ടരും തമ്മിൽ ശീതസമരം ഉണ്ടായതോടെ പൈപ്പ് നവീകരണം അനിശ്ചിതമായി നീളുകയാണ്. ഇതോടെ ദുരിതത്തിലായിരിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അതിൻ്റെ പേരിലാണ് ഞാൻ എല്ലായിടവും ചെന്ന് പറഞ്ഞത്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓരോരുത്തരെ വിളിച്ചിട്ടുണ്ട്, വന്ന് കാണും എന്നൊക്കെയാണ് പറഞ്ഞത്. പഞ്ചായത്ത് മെമ്പർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാധാകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് വിളിച്ചിട്ടുണ്ട്, വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ഒരു നടപടിയും ആരും എടുത്തിട്ടില്ല. ദേശീയപാത അതോറിറ്റിയും ജലനിധിയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ആരും തന്നെ ഇടപെടുന്നുമില്ല. പന്മന ഗ്രാമപഞ്ചായത്തും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയാകട്ടെ നിസ്സംഗമായ നിലപാട് തുടരുന്നു. ജനങ്ങളാകട്ടെ ആരോട് പരാതി പറയും എന്ന് അറിയാതെ ഇപ്പോൾ ആകെ ബുദ്ധിമുട്ടുകയുമാണ്.
ന്യൂസ് ബ്യൂറോ, ചവറ. ഇറക്കുമതി തീരുവ വർധനവിൽ പ്രതിഷേധിച്ചും അമേരിക്കൻ നയങ്ങൾക്ക് വഴങ്ങുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകളിലും പ്രതിഷേധിച്ച് പ്രകടനവും യോഗവും നടത്തി. കർഷക സംഘം, KSKTU, CITU സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. തഴവ കുറ്റിപ്പുറത്താണ് പ്രതിഷേധവും യോഗവും സംഘടിപ്പിച്ചത്. അമേരിക്കയുടെ സാമ്രാജ്യത്വ നയം ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കുന്നതിലും കേന്ദ്ര സർക്കാർ അതിന് വഴങ്ങുന്നെന്നും ആരോപിച്ചാണ് തഴവ കുറ്റിപ്പുറത്ത് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത്. ശൂരനാട് കർഷക സംഘം, KSKTU, CITU എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത്. പൊതുയോഗം KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PB സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ ജനങ്ങളുടെ അധികഭാരം അടിച്ചേൽപ്പിക്കുക എന്ന ട്രംപിൻ്റെ നയം അതിവേഗതയിൽ നടപ്പാക്കാൻ ട്രംപുമായുള്ള ചങ്ങാത്തത്തിന് ഇന്ന് 50% രൂപ നടക്കുകയാണ്. ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ രാജ്യത്തെ രണ്ട് ഭരണാധികാരികൾ തമ്മിൽ ഒരു ബായി ബന്ധമായി ഒരു രാഷ്ട്രത്തലവന്മാരുമായി ഇല്ലാത്ത തരത്തിലേക്കുള്ള ചങ്ങാത്തം സ്ഥാപിച്ചു. ദരിദ്രമായ ഭാരതത്തിലെ ജനകോടികളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കാൻ ഇന്ത്യൻ ഭരണകൂടം നിലനിന്നു കൊടുത്തതിന്റെ സൂചനയാണ്. കർഷക സംഘം ഏരിയ സെക്രട്ടറി R അമ്പിളിക്കുട്ടൻ, TN ബാബുരാജ്, S സുരേഷ് കുമാർ, മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിഷേധത്തിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കോലവും പ്രതിഷേധക്കാർ കത്തിച്ചു. ഇൻക്ലാബ് സിന്ദാബാദ്, സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്, സിന്ദാബാദ്, സാമ്രാജ്യത്വം തുലയട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ, പ്രതിഷേധങ്ങൾ ഇരമ്പട്ടെ, പ്രതിഷേധങ്ങൾ ഇരമ്പട്ടെ, പ്രതിഷേധങ്ങൾ ഇരമ്പട്ടെ, പ്രതിഷേധങ്ങൾ ഇരമ്പട്ടെ. ലത, ഗോപാലകൃഷ്ണപിള്ള, സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തഴവ. പുന്നല കടശ്ശേരി സ്വദേശി രാഹുലിനെ കാണാതായിട്ട് 5 വർഷം. അന്വേഷണം എങ്ങുമെത്തിയില്ല. 2020 ഓഗസ്റ്റ് 19 രാത്രിയിലാണ് 17-കാരനായ രാഹുലിനെ വീട്ടിൽ നിന്നും കാണാതായത്. കാണാനില്ലെന്ന് കാട്ടി വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. എൻ്റെ മോനെ കാണാതായിട്ട് ഇപ്പം 5ാമത്തെ വർഷം. 5 വർഷമാകുമ്പോൾ ക്രൈംബ്രാഞ്ചുകാരും പിന്നെ അതിൻ്റെ അന്വേഷണം ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു തെളിവുകളും നമുക്ക് ഇന്നുവരെയും ഒന്നും കിട്ടിയിട്ടില്ല. ഓഗസ്റ്റ് 19 രാത്രിയാണ് 17-കാരനായ രാഹുലിനെ വീട്ടിൽ നിന്നും കാണാതായത്. ഇത് സംബന്ധിച്ച് വീട്ടുകാർ പോലീസിൽ പരാതിയും നൽകി. എന്നാൽ 5 വർഷമായിട്ടും രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വീട്ടുകാർ രാഹുലിനെ അപായപ്പെടുത്തി എന്ന ആരോപണം പോലീസ് ഉന്നയിക്കുന്നുണ്ടെന്ന് വീട്ടുകാർ പറയുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും ഇത് പരിഗണിച്ചില്ല. രാഹുലിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കണമെന്നും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും വീട്ടുകാർ പറയുന്നു. രാഹുൽ, എൻ്റെ മോൻ രാഹുൽ, അവനെ എൻ്റെ വീട്ടിൽ നിന്ന് കാണാതായി. അവന് ഞങ്ങൾ വൈകിട്ട് കിടന്ന് രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നില്ല. അങ്ങനെ എല്ലാവരും അന്വേഷിക്കുന്നവരെയും കണ്ടിട്ടില്ല. ആരും ഒന്നും ഇതുവരെ ഒരു അന്വേഷണമായിട്ട് ഇവിടെ വന്നിട്ടില്ല. ഇപ്പോൾ കാണാതായ ദിവസം പുലർച്ചെ 3 വരെ പ്രദേശത്തെ ടവർ പരിധിയിലുണ്ടായിരുന്ന രാഹുലിന്റെ ഫോൺ പിന്നീട് സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. വീട്ടുകാർ പലവിധത്തിലുള്ള സംശയങ്ങളും ദുരൂഹതകളും പോലീസിനെ അറിയിച്ചെങ്കിലും പോലീസ് ഇതൊന്നും കൈക്കൊണ്ടില്ലെന്നാണ് വീട്ടുകാരുടെ ആക്ഷേപം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കായംകുളത്ത് CPM കോൺഗ്രസ് സംഘർഷം. പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നടത്തിയ പ്രകടനം CPM ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ CPM പ്രവർത്തകരുമായി തർക്കമുണ്ടാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. കായംകുളത്ത് കോൺഗ്രസ് CPM സംഘർഷത്തിലാണ് ഇരുവിഭാഗം പ്രവർത്തകർക്കും
പോലീസിനും പരിക്കേറ്റത്. DCC ജനറൽ സെക്രട്ടറി കെ പുഷ്പദാസ്, കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു, DYFI ജില്ലാ കമ്മിറ്റി അംഗം മിനീസ, ബ്ലോക്ക് കമ്മിറ്റി അംഗം അതുൽജിത്ത്, കാശി, അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. പുഷ്പദാസിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് താലൂക്ക് ആശുപത്രിക്ക് സമീപത്താണ് സംഘർഷമുണ്ടായത്. കോൺഗ്രസ് ഓഫീസിന് മുന്നിലിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ ചൊവ്വാഴ്ച CPM പ്രവർത്തകർ തകർത്തെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച വൈകിട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. പ്രകടനം CPM ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ ഇരുവിഭാഗവും തമ്മിൽ വാക്കുതർക്കവും ഉന്തുതള്ളുമുണ്ടായി. കോൺഗ്രസ് പ്രകടനം പാർക്ക് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് CPM പ്രവർത്തകരും പ്രകടനം നടത്തി. താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ഇരുവിഭാഗവും തമ്മിൽ വീണ്ടും വാക്കുതർക്കവും സംഘർഷവും ഉണ്ടായി. CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെ ചെടിച്ചട്ടികളും മറ്റും പരസ്പരം വലിച്ചെറിഞ്ഞു. CPM പ്രവർത്തകരാണ് ആദ്യം ആക്രമണം നടത്തിയതെന്ന് കോൺഗ്രസും, എന്നാൽ കോൺഗ്രസ് ആണ് അതിക്രമം നടത്തിയതെന്ന് CPM-ഉം ആരോപിച്ചു. സംഭവത്തെ തുടർന്ന് കായംകുളത്ത് ശക്തമായ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കായംകുളം. കരുനാഗപ്പള്ളി നഗരസഭയിൽ പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. വിജ്ഞാന കേരളം, കുടുംബശ്രീ മിഷൻ എന്നിവ സംയുക്തമായാണ് 16-ന് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. കരുനാഗപ്പള്ളി UPGS-ലാണ് മേള. സംസ്ഥാനത്തെ പ്രധാന തൊഴിൽദാതാക്കൾ മേളയിൽ പങ്കെടുക്കും. കൂടാതെ പ്രാദേശിക തൊഴിൽദാതാക്കളും പങ്കെടുക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർഡുകളിൽ എല്ലാ വാർഡുകളിലും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളെ വിട്ട് ഇതിന് ഓരോരുത്തരുടെയും വിദ്യാഭ്യാസം അനുസരിച്ചുള്ള സർവേ നടത്തിയിരുന്നു. അങ്ങനെ നമ്മൾ സർവേ എടുത്ത് നമ്മുടെ നഗരസഭയുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ 18 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള SLC +2 വിദ്യാഭ്യാസമുള്ളവരുടെയും എന്ത് തൊഴിലും ചെയ്യാൻ താല്പര്യമുള്ള അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്ത് കമ്പനികൾ വന്ന് ഇന്റർവ്യൂ നടത്തുകയാണ്. ആകെ 1800 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൊഴിൽമേളയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും. CR മഹേഷ് MLA അധ്യക്ഷത വഹിക്കും. വിജ്ഞാന കേരളം നേതൃത്വം നൽകുന്ന ജില്ലയിലെ ആദ്യ തൊഴിൽമേളയാണ് ഇതെന്ന് നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ്, വൈസ് ചെയർപേഴ്സൺ ഷഹന നസീം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ യസിന്ദുലേഖ, ഡോക്ടർ P മീന, CDS ചെയർപേഴ്സൺ ഷീബ, ദിനേശ്, സുജിത എന്നിവർ അറിയിച്ചു. നമുക്ക് ഏതാണ്ട് 900 അപേക്ഷകൾ ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ 1800 അപേക്ഷ മൊത്തത്തിലുണ്ട്. യഥാർത്ഥ നഗരസഭയിൽ നിന്ന് മാത്രം 900 അപേക്ഷകളുണ്ട്. നിരവധി കമ്പനികൾ ഈ തൊഴിൽ മേളയിൽ പങ്കെടുക്കുന്നു. നമ്മുടെ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ സർവേ എടുത്ത് അതിനകത്ത് തൊഴിൽ ആവശ്യമുള്ള ആൾക്കാരുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ആ ലിസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഈ തൊഴിൽ മേള ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. കൊല്ലം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. ആദ്യമായിട്ട് കരുനാഗപ്പള്ളി നഗരസഭയാണ്. കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി വിജ്ഞാന കേരളം KDISC എന്ന തരത്തിൽ ഒരു മിഷൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആ വിജ്ഞാന കേരളത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ ക്യാമ്പയിൻ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരള സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് ഓണത്തിന് 1 ലക്ഷം വനിതകൾക്ക് തൊഴിൽ നൽകുക, അത് പ്രാധാന്യം നൽകുകയാണ്. കുടുംബശ്രീ മിഷനുമായി ചേർന്നുകൊണ്ടാണ് വിജ്ഞാന കേരളം ആ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി കരുനാഗപ്പള്ളി നഗരസഭയിൽ നമ്മൾ DWMS പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം, ഗവൺമെന്റ് തന്നെ തയ്യാറാക്കിയിട്ടുള്ള DWMS പ്ലാറ്റ്ഫോമിൽ 3 പേരാണുള്ളത്. 1 തൊഴിൽ ആവശ്യമുള്ളവരും, 2 തൊഴിൽ ദാതാക്കളും, പിന്നെ 3ാമത് വേണ്ടുന്നത് തൊഴിലിന് വേണ്ടുന്ന സ്കിൽ അപ്ഡേഷൻ നൽകുന്ന ഏജൻസികൾ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളിൽ കുരുങ്ങി വള്ളത്തിന്റെ വലയും റോപ്പും നശിച്ചു. നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ കടകപ്പാടൻ വള്ളത്തിന്റെ വലയും റോപ്പുമാണ് നശിച്ചത്. 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കഴിഞ്ഞ ദിവസം നീണ്ടകര തുറമുഖത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോയ പുത്തൻതുറ കടകപ്പാട്ടിൽ പുത്തൻ വീട്ടിൽ P ശ്രീലതയുടെ ഉടമസ്ഥതയിലുള്ള കടകപ്പാടൻ വള്ളത്തിന്റെ വലയും റോപ്പുമാണ് നശിച്ചത്. വർക്കലയ്ക്ക് പടിഞ്ഞാറ് വശം കടലിൽ വെച്ചായിരുന്നു സംഭവം. വല കോരിയപ്പോൾ കടലിന്റെ അടിത്തട്ടിൽ കിടന്ന കണ്ടെയ്നറിലുടക്കി വല നശിക്കുകയായിരുന്നു. കഴിഞ്ഞ 2-ന് കണ്ടെയ്നറിന്റെ അവശിഷ്ടം ഇടിച്ച് ഇതേ വള്ളത്തിന്റെ പങ്ക കടലിൽ നഷ്ടപ്പെട്ടു. കരയിലേക്ക് ഓടിവരാൻ കഴിയാത്തതിനാൽ തീരദേശ പോലീസിനെ അറിയിച്ചു.
റെസ്ക്യൂ ബോട്ടിന്റെ സഹായത്തോടെയാണ് കരയിലെത്തിച്ചത്. 10 ദിവസത്തിന് ശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും കടലിലേക്ക് പോകുമ്പോഴാണ് വലയും നഷ്ടമാകുന്നത്. 2 സംഭവത്തിലും 10 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉടമയ്ക്കുണ്ടായത്. അതോടൊപ്പം 40ഓളം തൊഴിലാളികളും പട്ടിണിയിലായി. കപ്പൽ കമ്പനി ഉടമയിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങിത്തരണമെന്ന് കാട്ടി ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പോയ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളിൽ തട്ടി വല നഷ്ടമായിട്ടുണ്ട്. ആലപ്പുഴ മുതൽ വർക്കല വരെയുള്ള ഭാഗത്ത് കടലിൽ കണ്ടെയ്നറിന്റെ ഭാഗങ്ങൾ കിടപ്പുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. മഴയായതോടെ വെള്ളക്കെട്ടിൽ വലഞ്ഞ് കുണ്ട്ര നിവാസികൾ. ദേശീയപാതയിലെ ഓരങ്ങൾ വെള്ളക്കെട്ടിലായതോടെ യാത്രക്കാരും നാട്ടുകാരും ഒരേപോലെ ദുരിതത്തിലാണ്. ദേശീയപാതയോട് ചേർന്നുള്ള ഓടകൾ അടഞ്ഞതോടെ ഇളമ്പള്ളൂരിലും വെള്ളക്കെട്ടാണ്. മഴ പെയ്താൽ കുളമാകുന്ന അവസ്ഥയിലാണ് കുണ്ടറയിലെ ദേശീയപാതയോരം. റെയിൽവേ സ്റ്റേഷന് സമീപം പഴയ ബെബ്കോ ഔട്ട്ലെറ്റിന് എതിർവശത്തും ഇളമ്പള്ളൂർ SNSSM ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തുമാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. കൊട്ടിയം കുണ്ടറ റോഡിൽ SBI ബാങ്കിന് സമീപവും ഇളമ്പള്ളൂർ വില്ലേജ് ഓഫീസിന് സമീപവുമാണ് വെള്ളക്കെട്ട്. ദേശീയപാതയിൽ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണം ദേശീയപാതയോട് ചേർന്നുള്ള ഓടകൾ അടഞ്ഞതാണ്. ഇളമ്പള്ളൂരിലെ വെള്ളക്കെട്ടിന്റെ കാരണം ദേശീയപാതയുടെ ബ്ലാക്ക് സ്പോട്ട് റെക്ടിഫിക്കേഷന്റെ ഭാഗമായി ദേശീയപാതയോരത്ത് നടപ്പാതയും ബാരിക്കേഡ് നിർമ്മിച്ചപ്പോൾ ദേശീയപാതയിൽ നിന്നും ഓടയിലേക്ക് വെള്ളമിറങ്ങാനുള്ള സംവിധാനം അശാസ്ത്രീയമായി നിർമ്മിച്ചതിന്റെ ഭാഗമാണെന്ന് നാട്ടുകാർ പറയുന്നു. പലതവണ അധികൃതരെ ഈ വിവരം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കൊട്ടിയം കുണ്ടർ റോഡിലും സമാന അവസ്ഥയാണ് വെള്ളക്കെട്ടിന് കാരണം. ഇതോടെ കാൽനട യാത്രികരും ബുദ്ധിമുട്ടിലാണ്. വെള്ളക്കെട്ട് മൂലം യാത്രക്കാർ ദേശീയപാതയിലേക്ക് ഇറങ്ങി നടക്കേണ്ട അവസ്ഥയിലാണ്. ഇത് അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നും ആക്ഷേപമുണ്ട്. കുണ്ടറയിലെ വെള്ളക്കെട്ടിന് അടിയന്തരമായി ദേശീയപാത അതോറിറ്റി പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഭരണിക്കാവ് സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ പരിഷ്കാരങ്ങളിൽ പ്രതിഷേധിച്ച് മാർച്ചും ധർണയും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത്. വൈകുന്നേരം കടകൾ അടച്ചായിരുന്നു പ്രതിഷേധം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭരണിക്കാവ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കടകമ്പോളങ്ങൾ അടച്ചിട്ട് പ്രതിഷേധ പ്രകടനവും സായാഹ്ന ധർണയും നടത്തിയത്. ഭരണിക്കാവിലെ ട്രാഫിക് പരിഷ്കാരത്തിനെതിരെയാണ് പ്രതിഷേധം നടത്തിയത്. നിലവിലുള്ള ബസ് സ്റ്റോപ്പുകൾ യാത്രക്കാരെ ഇറക്കിയും കയറ്റിയും പാർക്കിംഗ് ഒഴിവാക്കിയും സൗകര്യമൊരുക്കുക, ബസ് ബേയിലെ മറ്റു വാഹനങ്ങളുടെ പാർക്കിംഗ് ഒഴിവാക്കുക, അടുത്തുള്ള ബൈപ്പാസ് റോഡുകൾ സൈൻ ബോർഡുകൾ സ്ഥാപിച്ച് യാത്രായോഗ്യമാക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് S. ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. അനന്വശം വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഭരണിക്കാവ് ടൗണിനെ ഒരു ശ്മശാന തുല്യമായ ഒരു മൂലയിലേക്ക് തള്ളിവിടാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതിന് തർക്കമില്ല. കാരണം ഇവിടെ ഞാൻ കുറേ സമയമായി ഇവിടെ വന്ന് നിൽക്കുന്നു. ഇവിടെ ബസ്സുകൾ നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും ഇവിടെ നമ്മൾ തന്നെ കാണുന്നുണ്ട്, ഒരു പോലീസ് സ്റ്റേഷൻ അധികം നടത്തപ്പെട്ടതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ടും റോഡിലെ തിരക്കിന് യാതൊരു കുറവുമില്ല. അപ്പോൾ ഒരു ബസ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അതിൽ വന്നിരിക്കുന്ന യാത്രക്കാർ ഇറങ്ങുകയും ഇവിടെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനായി വന്നെത്തി നിൽക്കുന്ന യാത്രക്കാർ കയറുകയും ചെയ്യുന്നതിന് ഒരു മിനിറ്റ് പോലും വേണ്ടി വരികയും, അപ്പോൾ അത്തരത്തിൽ അത് ക്രമീകരിച്ച് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഭരണിക്കാവ് ടൗണിൽ ഒരാവശ്യത്തിന് വരുന്ന ഒരു യാത്രക്കാരനെ 1/2 കിലോമീറ്ററിലധികം ദൂരെയുള്ള ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് അവിടുന്ന് നടന്ന് ഈ സ്ഥലങ്ങളിലേക്ക് പൊയ്ക്കൊള്ളണമെന്ന് പറയുന്ന അശാസ്ത്രീയമായ ആ തലമെഴുക്കാൻ ജാതിയുള്ള ആ തീരുമാനം എത്രയും പെട്ടെന്ന് മാറ്റിക്കൊണ്ട് AK ഷാജഹാൻ, A. ബഷീർകുട്ടി, G. അനിൽകുമാർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വൈകിട്ട് 4 മുതൽ കടകളടച്ച് വ്യാപാരികൾ ഹർത്താൽ ആചരിച്ചു. പ്രതിഷേധത്തിൽ വ്യാപാരികളും ജീവനക്കാരുമടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപം സ്റ്റാൻഡിലേക്ക് കയറിയ ബസ് സമരാനുകൂലികൾ തടഞ്ഞു നിർത്തി. ഇതോടെ ജീവനക്കാരും സമരാനുകൂലികളും തമ്മിൽ ഉന്തും തള്ളുമായി. തുടർന്ന് 40ഓളം ബസ്സുകളുടെ സർവീസ് ജീവനക്കാർ നിർത്തിവെച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ബസ്സുടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത്.
ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. പൈതൃക സ്മാരകത്തിന്റെ സംരക്ഷണ വേലി തകർത്ത് അലൂമിനിയം പാളികൾ മോഷ്ടിച്ചു. സംഭവത്തിൽ യുവാക്കൾ അറസ്റ്റിൽ. കരുനാഗപ്പള്ളി പള്ളിക്കൽ കുളത്തിന്റെ വേലി തകർത്തവരാണ് അറസ്റ്റിലായത്. കട പൊളിച്ച് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും മോഷ്ടിച്ചു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. കല്ലമ്പലം സ്വദേശികളാണ് അറസ്റ്റിലായത്. 50ഓളം മൊബൈൽ ഫോണുകളും 3 ലാപ്ടോപ്പുകളുമാണ് കവർന്നത്. കായംകുളത്ത് CPM കോൺഗ്രസ് സംഘർഷം. പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കേറ്റു. കോൺഗ്രസ് നടത്തിയ പ്രകടനം CPM ഓഫീസിന് മുന്നിൽ എത്തിയപ്പോഴായിരുന്നു തർക്കവും സംഘർഷവും. ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ദുരുപയോഗം ചെയ്തെന്ന ആരോപണം. CPMന്റെ നേതൃത്വത്തിൽ എഴുകോൺ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച്. പഞ്ചായത്ത് അംഗത്തിന്റെ വസ്തുവിലേക്ക് റോഡ് നിർമ്മിക്കാൻ 28 ലക്ഷം രൂപ ദുരുപയോഗം ചെയ്തെന്നാണ് ആരോപണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.